കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ ആരോപണങ്ങൾ. ഒരു യുവ നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നിരുന്ന രാഹുലിന്റെ കരിയറിനെ തന്നെ പിടിച്ചുകുലുക്കിയ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളിൽ അരങ്ങേറിയത്. ലൈംഗിക ആരോപണങ്ങളും അതിനെ തുടർന്നുള്ള നിയമ നടപടികളും ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഏറ്റവും ഒടുവിൽ രാഹുലിന്റെ അറസ്റ്റ് വിലക്ക് 2026 ജനുവരി 7 വരെ നീട്ടിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന നിയമ പോരാട്ടം അത്യധികം സങ്കീർണമാണെന്നും വ്യക്തമാണ്. തിരുവനന്തപുരം സ്വദേശിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ ആദ്യ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതായിരുന്നു പ്രാഥമിക ആരോപണം. എന്നാൽ കേസ് പുരോഗമിച്ചതോടെ കൂടുതൽ ഗൗരവകരമായ വകുപ്പുകൾ ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ അറസ്റ്റ് ഭീഷണിയിലായ രാഹുൽ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഹർജി പരിഗണിക്കവേ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുൻപായി രാഹുലിനെ അറസ്റ്റിൽ നിന്ന് ഇടക്കാല സംരക്ഷണം അനുവദിച്ചിരുന്നു. ഈ ഉത്തരവ് അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ 2026 ജനുവരി 7 വരെ അറസ്റ്റ് വിലക്ക് നീട്ടി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകനും പ്രോസിക്യൂഷനും തമ്മിൽ കടുത്ത വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ഈ കേസിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാന ഘടകങ്ങൾ ഇവയാണ്. തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും പരാതിക്കാരിയുമായി തനിക്ക് വർഷങ്ങളായുള്ള സൗഹൃദവും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും രാഹുൽ കോടതിയിൽ വാദിക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഗൂഢാലോചനയാണ് ഈ പരാതിക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം തകരുമ്പോൾ അത് ബലാത്സംഗമായി ചിത്രീകരിക്കുന്നത് സ്വാഭാവികമായും തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും അദ്ദേഹം ബോധിപ്പിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഉയർത്തുന്ന ഏറ്റവും ഗൗരവകരമായ ആരോപണം ലൈംഗിക അതിക്രമം മാത്രമല്ല, മറിച്ച് നിർബന്ധിതമായി ഗർഭചിത്രത്തിന് ഇരയാക്കി എന്നതാണ്. IPC ഗുരുതരമായ വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടും. ഇരയുടെ സ്വകാര്യതയും ആരോഗ്യത്തെയും ബാധിക്കുന്ന വിധത്തിൽ രാഹുൽ പ്രവർത്തിച്ചു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗർഭചിത്രം നടന്ന ആശുപത്രി രേഖകൾ ഉൾപ്പെടെയുള്ളവ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. താനൊരു പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമായതിനാലും സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ നിരന്തരം സംസാരിക്കുന്നതിനാലും തന്നെ നിശബ്ദനാക്കാൻ പോലീസ് സംവിധാനത്തെ ഉപയോഗിക്കുകയാണെന്നും രാഹുൽ വാദിക്കുന്നു. എന്നാൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയല്ലേ എന്നും അതിൽ രാഷ്ട്രീയത്തിന് എന്ത് പ്രസക്തി എന്നുമാണ് മറുവശത്തിന്റെ ചോദ്യം. രാഹുലിനെതിരെ സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു യുവതി കൂടി പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് രാഹുലിന് വലിയൊരു ആശ്വാസമായിരുന്നുവെങ്കിലും സർക്കാർ ഈ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരാൾക്ക് ഇത്ര എളുപ്പത്തിൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ഇരയ്ക്ക് നീതി ലഭിക്കുന്നില്ലെന്നുമാണ് സർക്കാരിന്റെ പക്ഷം. ഈ അപ്പീലും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ രണ്ട് കേസുകളിലെയും വിധികൾ പരസ്പര ബന്ധിതമായിരിക്കാനാണ് സാധ്യത. ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി രാഹുലിനെ ശക്തമായി പ്രതിരോധിച്ചിരുന്നുവെങ്കിലും തെളിവുകൾ പുറത്തുവരികയും കോടതികളിൽ നിന്ന് പ്രതികൂലമായി പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടെ പാർട്ടി നിലപാട് തിരുത്തി. രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് KPCC ഉത്തരവിട്ടു. ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായി പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം. യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടായിരുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു കേസിൽ കുടുങ്ങിയത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം ഒരു പ്രധാന ആയുധമാക്കാൻ ഭരണപക്ഷം തയ്യാറെടുത്തു കഴിഞ്ഞു. ജനുവരി 7 കോടതി വിധി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ മാത്രം വിധിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അന്ത്യമാണോ അതോ തിരിച്ചുവരവാണോ എന്ന് നിശ്ചയിക്കുന്ന ഒന്നുമായിരിക്കും. ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ ഹർജിയിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നും നിരീക്ഷിച്ചു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കേസ് ഡയറി പരിശോധിക്കാനും പരാതിക്കാരുടെ രഹസ്യമൊഴി വിശകലനം ചെയ്യാനും കോടതിക്ക് സമയം ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ഹർജി തീർപ്പാക്കുന്നവരെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് തടയുക എന്നത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ്. എങ്കിലും ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ പോലീസിന് ഉടനടി നടപടികളിലേക്ക് കടക്കാം. 2026 ജനുവരി 7 കേസ് പരിഗണിക്കുമ്പോൾ രാഹുൽ നേരിട്ട് ഹാജരാകേണ്ടി വരുമോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. രാഹുലിന്റെ കേസിൽ പോലീസ് നടപടികൾ സുതാര്യമാണോ അതോ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ നിയമവാഴ്ചയുടെ പ്രാധാന്യം ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ കേസ് വെറും ഒരു ലൈംഗിക ആരോപണം മാത്രമല്ല, മറിച്ച് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന പ്രതിഭാഗത്തിന്റെ വാദവും ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ക്രൂരതകൾ നടന്നുവെന്ന പ്രോസിക്യൂഷന്റെ വാദവും തമ്മിലുള്ള വടംവലിയാണ് കോടതിയിൽ നടക്കുന്നത്. ജനുവരി 7 ഹൈക്കോടതിയുടെ തീരുമാനം രാഹുലിന് നിർണായകമാണ്. ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ കൂടുതൽ സമയം ലഭിക്കും. മറിച്ച് ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു നേതാവ് കൂടി നിയമത്തിന് മുന്നിൽ അഴിക്കുള്ളിലാവുന്നത് നാം കാണേണ്ടി വരും. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോഴും ഈ കേസിലെ സത്യാവസ്ഥ എത്രയും വേഗം പുറത്തു വരണമെന്നും ഇരയ്ക്ക് നീതി ലഭിക്കണമെന്നുമാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ കേസിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും കേരളം നിരീക്ഷിക്കുമെന്നതിലും സംശയമില്ല.